ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ രാവിലത്തെ ഒരു സമയം മുതൽ തന്നെ കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. അയ്യപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ആ ഒരു സമയം മുതൽ ആ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. ഇപ്പം രാവിലെയും ഒക്കെ ഒരു മഴ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അങ്ങനെ ഉറങ്ങലുണ്ട്. അങ്ങനെ അതാ നേരെ കിച്ചണിലേക്ക് പോവാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പരിപാടിയോ ആഘോഷങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്നാ ദിവസത്തെയും പോലെ ഒരു ദിവസം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയി തലേ ദിവസം നമ്മൾ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിയും ഉഴുന്നൊക്കെ അങ്ങനെ അരച്ച് സെറ്റാക്കി വെച്ചിന്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടത്തൊന്നും മാതിരി ഒരുപാട് അങ്ങനെ പൊങ്ങി വരലൊന്നുമില്ല കേട്ടോ. ദോശമാവ് ഒരു നോർമൽ രീതിയിൽ അങ്ങനെ പൊങ്ങി വരലുള്ളൂ. അപ്പോൾ ദോശ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഒറ്റ ഇതിൽ തന്നെ കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഓരോ ദോശയും ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അതിലേക്ക് തേങ്ങ കൊണ്ടുള്ള ചട്നി ഇല്ലേ, തേങ്ങാ ചട്നി, അതായിട്ട് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടം. അപ്പം അതാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇളച്ചിത് അതിലേക്കുള്ള തേങ്ങ ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോന്ന് സംസാരിച്ചിങ്ങനെ തേങ്ങ ഒക്കെ പൊട്ടിക്കട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ ഉള്ള സമയമാണെങ്കിൽ ഒന്നും കൂടെ ഈസിയാണ്. നമ്മൾ പണികളൊക്കെ എല്ലാവരും ഷെയർ ചെയ്താക്കുമ്പോൾ വേഗത്തിൽ തന്നെ അങ്ങ് കഴിയുമല്ലോ. അതിൻ്റെ ഇടയിൽ ആ തേങ്ങ ഒക്കെ ചെറിഞ്ഞ് വെച്ചിന്. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകായിട്ടാണ് നമ്മൾ ഇടൽ. അപ്പം അത് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടാൽ ഒരു വേറെ രസം കേട്ടോ. ചട്നി നമ്മൾ കേൾക്കുമ്പോൾ സാധാ തേങ്ങയും പച്ചമുളകും മാത്രമാകുമ്പം അത്ര ടേസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ്. അപ്പം വെളുത്തുള്ളിൻ്റെ ചൊയ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പം ഞാനതൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ കടുകും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി അതിലേക്ക് ചട്നീൻ്റെ ആ ഒരു കൂട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. പിന്നെ മിക്സി കുറച്ച് മോറി കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി. ഇനിയിപ്പം ദോശക്കുള്ള വെയിറ്റിങ്ങാണ്. ദോശ ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേറെ രസമാണല്ലോ. അപ്പോൾ ഇതാ ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ ദോശ ചൂടുക. കുറേ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും മാറി മാറി അങ്ങനെ ദോശ ചൂടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയ തലേ ദിവസം നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള തുണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് അയലിലിങ്ങനെ ചിക്കിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കുറച്ച് സമയം അങ്ങനെ വെയിൽ കിട്ടും. പിന്നെ ഭയങ്കര മഴയിലുണ്ടായ അപ്പം അതുകൊണ്ട് മുറ്റത്തിടൽ കുറവാണ് കേട്ടോ. ഇന്നിപ്പം കുറച്ച് വെയിലിൻ്റെ ഒരു നാളം കണ്ടപ്പം മുറ്റത്തങ്ങനെ ചിക്കിയിട്ടതാണ്. അപ്പം മഴയൊക്കെ പെയ്തതിനോണ്ട് മീൻകുളത്തിൽ വെള്ളം നല്ലോണം കൂടിയാണ്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ എവിടെന്നെങ്കിലും ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ടാണോ അറിയില്ല കേട്ടോ. നല്ലോണം വെള്ളം ഇങ്ങനെ കൂടിയ പോലെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതാ നേരെ അടുക്കളയൊക്കെ തന്നെ പോയിനി. അപ്പോഴേക്കും ഐബു എണീച്ചിട്ടോ. അവൻ്റെ സമയമായിട്ടോ. ഏകദേശം ഒരു 8 മണി 8:30 ആ ഒരു സമയം വരെ അവൻ ഉറങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഉറങ്ങലൊന്നുമില്ല. എണീറ്റ് വന്നിപ്പം ഓനങ്ങനെ ഒന്ന് റെഡിയാക്കണമല്ലോ. എണീറ്റാൽ പിന്നെ കുറച്ചൊരു ചീച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കളിപ്പിച്ചും ഇതാക്കിയും അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഓനൊന്ന് ഫ്രഷ് ആക്കിയിട്ടാട്ടോ പിന്നെ ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവൽ. ഓനെ എണീച്ച് വന്ന സമയത്ത് വായിച്ചും എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓനെ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തി. ഇങ്ങനെയും ദോശിച്ചിടാം കണ്ടോളൂ. ഇതേതാ തോന്നുന്ന അമേരിക്കൻ ഒരു പുഷ്പ പോലൊക്കെ ദോശ. മൂന്ന് വയസ്സായി. വലിയ മനുഷ്യനായി. അടക്കിയ വലിയ മനുഷ്യനുണ്ടോ? കാക്കാക്കായിരുന്നു. കുറവായി ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ എനിക്കായിട്ട് ഉണ്ടാക്കി തന്ന എന്ത് ദോശ സുന്നത്? പൂദോശ പ്രിപ്പയർഡ് വൈ. അങ്ങനെ ആ ചായയൊക്കെ കഴിഞ്ഞ് മൂന്നാളും നല്ല കളിയില്ല. മൂന്നാൾ ഏറ്റവും ഒരുമയിൽ കളിക്കുന്നൊരു കളിയാണ് കേട്ടത്. അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിന്ന് നമ്മളിപ്പോൾ എങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാലും അതൊക്കെ എടുത്ത് അതിന് മേലെ കയറി അതിനുള്ളിൽ കയറി അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു കളി കളിക്കാൻ. ഇപ്പോൾ ടോയ്സൊക്കെ എടുത്ത് എങ്ങനെ കളിക്കുകയാണെങ്കിലും ഒരാൾക്ക് കിട്ടുന്ന ടോയ്സ് തന്നെ മറ്റാൾക്ക് വേണ്ടി വരും.
അപ്പം അതിനെപ്പോഴും ഒരു പരാതിയും പരിവും ഒക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനെ കച്ചറൊന്നും ഇല്ലാതെ ഒരു കളിക്കുന്നൊരു കളിയാണ് കേട്ടത്. നമ്മളെ ഉച്ചക്കേക്കുള്ള പരിപാടികളും ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിന്, പിന്നെ കഞ്ഞിയും ഉണ്ടാക്കിയിട്ടുണ്ടോ. മക്കളുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 10 മണി 11 മണിയാകുമ്പോൾ കഞ്ഞി എന്തായാലും ഓൽക്ക് അങ്ങനെ കൊടുക്കലുണ്ട്. പിന്നെ ഇതാ ഇന്നിപ്പോൾ കൊത്തഞ്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ച്, കൊത്തഞ്ചക്കയും ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ളൊരു ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കാൻ വെച്ച്. പിന്നെ ഇതാ കറിവേപ്പിലയും ഇവിടെ അങ്ങനെ എടുത്ത് വെച്ചിന്. ഉമ്മ ഇവിടുന്ന് കൊണ്ടുവന്നു കേട്ടോ, കുറച്ച് കൂടുതലുണ്ട്. അതിനിപ്പം കുറച്ച് ഉണക്കിയിട്ട് അങ്ങനെ വെക്കാം. ഉണക്കി നമ്മളിങ്ങനെ വറുത്ത് വെക്കില്ലേ, പെരുംജീരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വെക്കാം. ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ ബോക്സ് ആക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ കൊത്തഞ്ചക്ക അരിയാണ്. ഞാൻ പൊതുവേ കുറവാട്ടോ കൊത്തഞ്ചക്ക അരിയിൽ, കൂടുതലും തന്നെയാണ് അരിയിൽ. അപ്പം ഞാനിപ്പോൾ ഇന്നിങ്ങ് അരിയാൻ നിന്നപ്പം എല്ലാവരും എൻ്റെ ഭാഗത്ത് ചുറ്റും കൂടിയിട്ടുണ്ട്. ഓൽക്കൊരു ആവശ്യമായിട്ട് അങ്ങനെ ചുറ്റും കൂടി നിന്ന് അരിയാനും ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കിത് പൂർത്തിയാവൂലേ തോന്നും. കയ്യിലിങ്ങനെ ഒരു ഒതുങ്ങാത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ വേഗത്തിൽ തന്നെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിന്. എന്താ ബ്ലാക്ക് ഉള്ളത്? വേറെന്താ ബ്ലാക്ക് ഉള്ളത്? കത്തി ബ്ലാക്ക്. വാവ്. അപ്പൊ ഈ കവർ ഏതാ കളർ? ഈ കവർ ദിസ് കവർ ഈ ഇതെന്താ ഈ ഇല? ഇത് പറയല്ലേ, രീതി പറയല്ലേ. അയിന പറ, ഇലന്റെ കളർ ഏതാ? അയിന മഞ്ഞാണ്. ഇത് ആ ബുച്ചിരാറ് ഇലന്റെ കളർ ഏതാ? ഇന്നലെ പറഞ്ഞീന് മിച്ചുണ്ടാവൂല. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പം ഐബൂനും എല്ലാം ഇറക്കിയിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പോവുക. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അമ്ലുവിന് ഏകദേശം സ്കൂളൊക്കെ തുറക്കാനുള്ള സമയമായില്ലേ, ഒക്കെ തന്നെ ബാഗും നോട്ട്ബുക്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാണ്ട് കേട്ടോ. ഭയങ്കര ഷോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് അങ്ങനെ വാങ്ങിക്കാനുണ്ട്. അപ്പം അങ്ങനെ അമ്ലുവിനും കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇപ്പം മഴ ചെറുതായിട്ടൊരു കുറവുണ്ട്, ആ ഒരു സമയത്തായിട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിട്ടോ. ഇപ്പം സ്കൂൾ തുറക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഏത് ഷോപ്പിലായാലും അങ്ങനെ അവിടെ കയറി ഓളൊരു സൈസിലുള്ളതൊക്കെ ബാഗും ഒരു 5-6 ബാഗൊക്കെ നമ്മളിങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിന്. അപ്പം 1ാം ക്ലാസ്സിലേക്കായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സൈസിലുള്ള ബാഗ് മതിയല്ലോ. 2-3 അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര സൈസുള്ള പോലെ തോന്നി. അപ്പം ചിലതൊക്കെ ഇഷ്ടാവില്ല, നമുക്കിഷ്ടമാണ് നമുക്ക് ഇഷ്ടാവില്ല. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി ഒരു വിധമൊക്കെ ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. പിന്നെ ഒരു കിറ്റ് പോലെ അങ്ങനെ അതും എടുത്ത്. പിന്നെ ബോക്സിൻ്റെ കാര്യത്തിലാട്ടോ ഒക്കെ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേ ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്കൊരു കുറേ സമയം അയിമിലിങ്ങനെ നിന്ന് നമ്മൾ എടുക്കുന്നൊന്നും നമുക്ക് പറ്റില്ലേന്. അപ്പോൾ പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെരുപ്പുകൾ അങ്ങനെ നോക്കി. ചെരുപ്പൊന്നും ഓളെ സൈസിലുള്ളത് അങ്ങനെ കിട്ടിയിട്ടില്ലേന്. അതുകൊണ്ട് ചെരുപ്പ് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല കളറിലൊക്കെ ഉള്ള കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്ലുവിന് പിന്നെ അവളെ സൈസ് റെഡി ആവാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ എടുക്കാതെ തന്നെ. അപ്പോൾ കുറേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ അവിടുന്ന് ഷോപ്പിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു മഴ കിട്ടി. നല്ല കാറ്റും നല്ലൊരു മഴ കേട്ടോ. കുറച്ച് സമയം ആ മഴ അങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ കയറി മഴയൊക്കെ ഒന്ന് പോകുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്തേനു. അങ്ങനെ മഴയൊക്കെ ഏകദേശം ചോർന്ന് അമ്ലും ഞങ്ങളൊക്കെ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പാടെ അമ്ലുതാ നമ്മൾ വാങ്ങിച്ച എല്ലാ ഐറ്റംസും എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കുക. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലേ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ. നോട്ട്ബുക്കും പിന്നെ ബാഗും കിറ്റും അങ്ങനെയെല്ലാം കാണിച്ചെടുക്കുക കേട്ടോ. ആ ഒരു സമയത്താണ് ബോക്സ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയ കാര്യം നോക്കുന്നത്. അവൾ ഒരുപാട് നോക്കി സെലക്ട് ചെയ്ത ബോക്സേന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാത്തപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒരുവിധം സോപ്പിട്ട് അങ്ങനെ നിർത്തിയതേന് കേട്ടോ. അപ്പം കുറച്ച് സമയം മുഖമൊന്നും വലിയ തെളിവില്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ടായിന്.
പിന്നെ ആ കിച്ചണിൽ എന്തൊക്കെയൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്കുള്ള. അതൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. അപ്പം അവിടുന്ന് ലൈറ്റായിട്ട് എന്തോ കഴിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നേരതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചക്കേക്ക് ചോറും പിന്നെ കൊത്തഞ്ചക്കൻ്റെ ഉപ്പേരും മത്തിക്കറിയും മത്തി പൊരിച്ചതും ഒക്കെ ഉണ്ടായിട്ടോ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നിട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.